ഹർ ഹർ മഹാദേവ്. സോ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്സിയും ഓട്ടോ അവിടെ അവൈലബിൾ ആണ്. ബട്ട് ടാക്സിയുടെ റേറ്റ് 1500 രൂപ വരുന്ന, ഓട്ടോ ഏകദേശം 1000 രൂപയാണ് ചോദിക്കുന്നത്. നമ്മൾ ബാർഗിൻ ചെയ്ത റേറ്റ് കുറയും. സോ നമുക്ക് അവിടുന്ന് ബസ്സും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് ബസ് സ്റ്റാൻഡ്. സോ അവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ട്. നമ്മളവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 200 രൂപ ചാർജ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് നിന്ന് 200 രൂപ മേടിച്ചത്. നിങ്ങൾ ബാർഗിൻ ചെയ്തപ്പോൾ കുറേ സാധ്യത ഉണ്ട്. സോ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഏകദേശം 1.5 മണിക്കൂറിന് മുകളിൽ ഇവിടെ എത്താൻ ടൈം എടുക്കും. നിങ്ങൾ 5-6 പേരാണെങ്കിൽ ടാക്സി വരുന്നതായിരിക്കും ബെറ്റർ. സോ അതിൻ്റെ റേറ്റ് ഏകദേശം 39 രൂപയാണ്. സോ നിങ്ങൾ ചിലവ് കുറച്ച് വരാൻ നോക്കുകയാണെങ്കിൽ ബസ്സിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. 39 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സിമ്പിളായിട്ട് ബസ്സിൽ എത്താൻ പറ്റും. സീറ്റ് കയറ്റി അത്രയ്ക്ക് ബെറ്റർ ആയിരിക്കും. നമ്മളെ സ്റ്റാച്യൂയുടെ ബാക്കിൽ തന്നെ നമുക്കൊരു ആശ്രമമുണ്ട് ഇതിൻ്റെ. സോ അവിടെ വന്ന് നമ്മളെ നിർത്തും, ഇറക്കും. അവിടെ നമുക്ക് ദർശനം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ബാഗും ലഗേജും ഫോണും അവിടെ കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് ദർശനം ചെയ്യാൻ പോകണമെങ്കിൽ. അവിടെ ക്യാമറയും വീഡിയോ ഫോട്ടോസ് അലൗഡ് അല്ലാത്തതുകൊണ്ട്. സോ ഇവിടെ അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇവിടെ പൂജ ചെയ്യുന്ന സ്ഥലത്ത് ഉള്ളിൽ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് പുറത്ത് നമുക്ക് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ ആവശ്യമില്ല. പിന്നെ 7 മണിക്കിൻ്റെ ലൈറ്റിങ് കാര്യങ്ങൾ തുടങ്ങും. ഏകദേശം ഒരു 10-20 മീറ്റർ വരെ ഉണ്ടാവുള്ളൂ. സോ ഗൈസ്, എറണാകുളത്ത് ട്രാവൽ തുടങ്ങിയതാണ് ഗൈസ്. അങ്ങനെ ഫൈനലി എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഈസിയിലേക്ക്. അതും വിൻഡോ സീറ്റ് തന്നെ. സീറ്റ് നമ്പർ 33 വിൻഡോ സീറ്റ്. നേരത്തെ ഉള്ള അവിടെ നിന്ന് തന്നെ മാറ്റി നേരെ വേറെ ബോക്സ് B1ലേക്കാണ് മാറ്റിയിരിക്കുന്നത്. B2ലായിരുന്നു, B2ന്ന് B1ലേക്ക് മാറ്റിയത്. ടിക്കറ്റ് എനിക്ക് 75 റുപ്പീസ് ആയിരുന്നു ലോക്കൽ ടിക്കറ്റ് ആലുവയിൽ നിന്ന് കയറിയപ്പോൾ. സോ ഈസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം 450 കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ബോക്സ് മേ ബി ഈ ഒരു സ്ഥലം ഫുൾ ഫ്രീ ആണ്. നല്ല രീതിയിൽ കിടന്നുറങ്ങിക്കൊണ്ട് വരുന്നത്. സീറ്റ് വന്നിട്ട് വിളിച്ച് എണീപ്പിച്ചു. ലാസ്റ്റ് അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു ടിക്കറ്റ് കിട്ടിയല്ലോ, ഹാപ്പി ആയി. സോ ചിൽ കൂളായിട്ട് ഇനി പോവാം. അടിപൊളി ഒരു മഴ വരുന്നുണ്ട്. സോ അതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത് ഗൈസ്. എക്സിറ്റ്, ഇതാണ് എക്സിറ്റ്. സോ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാം. അങ്ങനെ എക്സിറ്റിലേക്ക് വന്നു. ഞാൻ അതേ പുറത്തേക്ക് പോവാണ്. കയറിയിട്ടുണ്ട്. നല്ല റെയിൽവേ സ്റ്റേഷൻ, അടിപൊളിയാണ്. സ്റ്റെപ്പ് ത്രൂ ഉണ്ട്. ലെറ്റർ വഴി നമുക്ക് വരാം. അപ്പം നേരെ കാണുന്നതാണ് എക്സിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ അവിടെ നിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഈ ഒരു എക്സിറ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ആദിയോഗി ടെമ്പിളോ ബസ്സോ ടാക്സി പിടിക്കണമെങ്കിൽ ഈ ഒരു റൈറ്റിലേക്കാണ് പോകേണ്ടത് നമുക്ക്. അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 1 അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് വരുന്നത്. ഈ ഒരു വഴി കണ്ടില്ലേ, അടിപൊളിയാണ് റെയിൽവേ സ്റ്റേഷൻ. ഈ നേരെ പുറത്തേക്കാണ് പോകുന്നത്. അവിടെയും റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്നാണെന്ന് തോന്നുന്നു മേ ബി മെയിൻ എൻട്രൻസ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ. തിരിച്ചു പോകുമ്പോൾ മേ ബി ഈ സൈഡിൽ നിന്നാണ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ പിടിച്ച് തിരിച്ചു പോകേണ്ടത്. കഴിഞ്ഞ വട്ടത്തെ ട്രിപ്പിൽ അങ്ങനെയായിരുന്നു എൻ്റെ അറിവിൽ. ഇവിടുന്ന് എക്സിറ്റ്, ഇവിടുന്ന് കുറച്ചുകൂടി നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്.
അവിടെ നിന്നാണ് തോന്നുന്നു പുറത്തേക്കുള്ള വഴി. എക്സിറ്റ്. എക്സിറ്റ് വഴി ഇതാണ്. പക്ഷെ അവിടെ നടന്നു വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു താഴത്തേക്കുള്ള വഴിയുണ്ട്. ഇവിടെ കുറേ ടാക്സി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ടാക്സി സ്റ്റാൻഡ്. ഇങ്ങനെ ഒരു ഡെമോ ട്രെയിൻ വെച്ചിട്ടുണ്ട്, പഴയ കാലത്തെ ട്രെയിൻ. അങ്ങനെ ടാക്സിയുടെ റേറ്റൊക്കെ ചോദിച്ചപ്പോൾ 1500 രൂപ ചോദിക്കുന്നത്. പിന്നെ ഓട്ടോയുടെ ചോദിച്ചപ്പം അത് ഒരു 1000 റുപ്പീസാണ് കൊണ്ടാക്കുന്നത് മാത്രം. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഈ മിൻറ്റ് റെസ്റ്റോറൻറ്റിനാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ അവിടെ നിന്നാണ് മീൽസ് കഴിച്ചത്. അങ്ങനെ ഓട്ടോയിലൊക്കെ കയറിയിട്ടുണ്ട് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററാണ് ബസ് സ്റ്റാൻഡ് എന്നാണ് പറയുന്നത്. സോ അവിടെ നിന്ന് ബസ് ഡയറക്റ്റ് ആദിയോഗിക്കുള്ള ബസ് കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ നേരെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. 14D എന്നാണ് പറയുന്നത് ബസ് നമ്പർ. ബസ്സാണ് ആദിയോഗി ടെമ്പിളിൽ പോകാനുള്ള. പോയി നോട്ട് ചെയ്ത് വെച്ചോളൂ. 14D. ബസ്സിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഈ ബസ്സാണ് നേരെ ആദിയോഗി ടെമ്പിളിലേക്ക് പോകുന്നത്. നല്ല തിരക്കുണ്ട്, സീറ്റൊന്നും ഫ്രീ അല്ല. അതുകൊണ്ട് നിന്ന് ടിക്കറ്റ് റേറ്റ് ഏകദേശം 39 രൂപയാണ് വന്നിരിക്കുന്നത് പെർ പേഴ്സൺ. நமஸ்காரம். தயவு செய்து உங்கள் மொபைல் போன்கள் மற்றும் பைகள் உங்கள் வலது பக்கத்தில் உள்ள இலவச டெபாசிட் ബാഗും മൊബൈൽ ഫോൺസ് ഒന്നും ഇങ്ങോട്ടേക്ക് അലൗഡ് അല്ല. നമ്മളെ ബാഗും ഫോണും ഇവിടെയാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഫ്രീ ആണ്, അതിൻ്റെ ചാർജ് ഒന്നും എടുക്കാറില്ല. ഒരു ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്യുക. 100 രൂപ റേറ്റ്. ഇവിടെ നമ്മൾ സെൽഫ് സർവീസാണ്.
മീൽസ് വെച്ചിട്ട് മീൽസ് അവൈലബിൾ അല്ല. ഇവിടെ ഞാൻ പ്ലെയിൻ ദോശയാണ് പറയുന്നത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഈ ബോർഡിൽ തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ എൻ്റെ ഗീ റോസ്റ്റ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി തൊപ്പിയൊക്കെ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെ എൻ്റെ അടിപൊളി ഗീ റോസ്റ്റ് വന്നിട്ടുണ്ട്. ഇഞ്ചിപ്പുളി ചട്നി ഉണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ ഒക്കെ മിക്സ് ചെയ്ത ചട്നി, വൈറ്റ് ചട്നി, സാമ്പാർ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സെൽഫ് സർവീസാണ്. ക്യാഷ് പെയ്ഡ് ചെയ്തിട്ട് ടോക്കൺ തരും, ബില്ല് തരും. ആ ബില്ലും കൊണ്ട് കൗണ്ടറിൽ പോകണം. അവിടെ നിന്ന് വേണം നമ്മൾ കൊണ്ടുവരാനായിട്ട്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ പിച്ച. നല്ല ക്രിസ്പിയാണല്ലോ, പപ്പടം പോലെ ഇരിക്കുക. അങ്ങനെ വൈറ്റ് ചട്നി തന്നെ, എപ്പോഴും എൻ്റെ വൈറ്റ് ചട്നി ഫേവറേറ്റാണ്. നല്ല ടേസ്റ്റുണ്ട്, നല്ല ക്രിസ്പിയാണ്. അടിപൊളി ചട്നി, സൂപ്പർ ടേസ്റ്റ്. ദോശ അടിപൊളി. കുറച്ച് ഇഞ്ചിപ്പുളി ഉണ്ട്, അതിനും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം. സൂപ്പർ. ഹർ ഹർ മഹാദേവ്. സോ ധ്യാനലിംഗം എത്തിയിട്ടുണ്ട്. ആദിയോഗി ടെമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളൊരു ആശ്രമം പോലത്തെയാണ് ധ്യാനലിംഗം എന്ന് പറയും. ഉള്ളിലേക്ക് ഫോണോ മൊബൈൽസോ ക്യാമറ അലൗഡ് അല്ല, ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു അത്ഭുതം തന്നെയാണ്. ഞാൻ വീഡിയോ കൂടി എങ്ങനെ പറയാനോ. ബട്ട് ഉള്ളിൽ കയറി നിങ്ങൾ ശരിക്കും പ്രാർത്ഥനാകാരികൾ ചെയ്താൽ നിങ്ങളുടെ ദർശനം ഓരോ സ്ഥലത്തും ഓരോരോ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യണം. ആദിയോഗി ടെമ്പിൾ, കോയമ്പത്തൂർ. ഇതിൻ്റെ ടൈമും കാര്യങ്ങളുണ്ട്. മോർണിംഗ് 6 AM ടു 8 മണി വരെയാണ് സമയം തന്നിരിക്കുന്നത്. അവിടെ മൊബൈൽ ഫോൺസോ ക്യാമറ അലൗഡ് അല്ല, ഉള്ളിലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല. ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് ഒരുപാട് പേര് വരാറുണ്ട്. നല്ല തിരക്കാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അത് നമ്മൾ ഈ വീഡിയോ കൂടെ എങ്ങനെ പറയാനാണ്. നിങ്ങൾ നേരിട്ട് വന്ന് ദർശനം കാര്യങ്ങൾ ചെയ്താൽ ഇതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടം ലൈഫിൽ ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. സോ കാളവണ്ടിക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ക്യൂ ഉണ്ട്. എല്ലാവരും ഫുഡൊക്കെ ഫീഡ് ചെയ്തതിന് ശേഷമാണ് ഒരു റൈഡ് തുടങ്ങുന്നത് ഇവിടെ നിന്ന്. ഫീഡിങ് എത്ര? 50 rupees? ടിക്കറ്റ് 10 rupees. So one feeding on ticket also. How many tickets? One ticket only. One person. Ticket, Yeah, one person. On feeder. സോ 50 രൂപയ്ക്കാണ് ഈ 2 ബോൾ കിട്ടുന്നത്. പശുക്കളുടെ ഫുഡാണ്. അടിപൊളി.
ഏകദേശം 6 മണി ആയിട്ടുണ്ട് വൈകുന്നേരം. സോ കുറച്ച് ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. 4 ചുറ്റും മലയും ഈ ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ഇവിടെ വരാറുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ്. ലൈഫിൽ എന്തായാലും ഒരു വട്ടം ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടതാണ് ആദിയോഗി ടെമ്പിൾ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ബുൾ സഫാരിയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് പേര് ഈ റൈഡ് തന്നെ പോകുന്നു. 10 രൂപയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ബുള്ളിന് ഫുഡും കാര്യങ്ങളും നമുക്ക് ഫീഡ് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. അത് നമ്മളുടെ ഇഷ്ടം പോലെയാണ്. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 ബോളാണ് തരുന്നത്. മീൻസ് റൈസ് ബോളാണെന്ന് തോന്നുന്നു. റൈസോ എന്തിൻ്റെ ഒരു ബോൾ. സോ അത് ഇവർക്ക് നമ്മൾ ഫീഡ് ചെയ്യാൻ പറ്റും. അത് എല്ലാവരുടെയും അത് ഇഷ്ടം പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സോ എനിക്ക് ചെയ്യാനുള്ളത് തോന്നി ഞാൻ ചെയ്തു. നിങ്ങൾക്കും അടുത്തൊരു റൈഡ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് അതിനെന്തെങ്കിലും കൊടുത്തതിന് ശേഷം റൈഡ് ചെയ്യാവുള്ളൂ. അത് നിങ്ങളെ ഇഷ്ടം പോലെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അങ്ങനെ ആദിയോഗി ടെമ്പിൾ ശിവൻ്റെ സ്റ്റാച്യൂടെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഈ ക്യാമൽ ഫോട്ടോ എടുത്തിട്ട് ഇതെല്ലാം കണ്ടിട്ടെന്ന് പറയാം. അങ്ങനെ ആദിയോഗി സ്റ്റാച്യൂടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും മലയാളീസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇവിടെ പൂജ നടക്കാറുണ്ട്. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. സോ നമുക്കിവിടെ പുറത്തുനിന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഒരു ക്യാമറ അലൗഡ് അല്ല. ബട്ട് പുറത്ത് നിന്നിട്ട് നമുക്കിവിടെ ഈ ഒരു ഇതിൻ്റെ പുറത്ത് നിന്നിട്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം.